പുതിയ ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഒത്തിരി നല്ല കാര്യങ്ങൾ കുട്ടികളുടെ സ്കൂളിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം അവർ ചെയ്തത് ഫോൺ ടോട്ടലി ബാൻ ചെയ്തു. അതുപോലെ തന്നെ എന്റെ മോൾ അവിടെ നോക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്നാ വെച്ചാല് 90% അറ്റൻഡൻസ് വേണമെന്ന് വെച്ചു. അത് ഏതാണ്ട് 3 മാസം കൂടുമ്പോഴൊക്കെ അവരുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് എവിടെയൊക്കെ കുറവുള്ള. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ കറന്റ്ലി അടുത്ത വർഷം തൊട്ട് പുതിയൊരു ഇത് വരികയാണ്, ഫിനാൻഷ്യൽ ലിറ്ററസി 1ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ ലിറ്ററസി അറിയേണ്ട ആവശ്യമാണ് പിള്ളേർക്ക്. മണി മാനേജ്മെന്റും ഇൻട്രസ്റ്റും ഒഫീഷ്യൽ ക്യാഷ് റേറ്റും എങ്ങനെ മണി സേവ് ചെയ്യണം എന്നുള്ളതും, ഒരു വീട് മേടിച്ചാൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു അറിവ് ഉണ്ടാവണം പിള്ളേർക്ക് അല്ലേ. വലിയ ഒരു പയ്യനോട് ഞാൻ OCR, ഇവിടെ ഒഫീഷ്യൽ ക്യാഷ് റേറ്റ് എന്ന് പറയുന്നത്, OCR എന്ന് പറയുമ്പോൾ അവൻ ചോദിച്ചു, എൻ്റെ മലയാളി കേട്ടോ, മലയാളി പറഞ്ഞു വെച്ചാൽ OCR എന്ന് നമ്മൾ വെള്ളം അടിക്കുന്ന OCR ഉണ്ടല്ലോ, റമ്മ്, അതിൻ്റെ അതാണെന്ന് ചോദിച്ചു. വലിയവർക്കും കാര്യങ്ങളെ പറ്റി അറിയില്ല. അപ്പം ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഫിനാൻഷ്യൽ എന്താ പറയുക, മണി മാനേജ്മെന്റിനെ പറ്റി നല്ലൊരു സ്റ്റഡി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലൈഫ് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ മണി മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു കാര്യമില്ല. മുല്ലപ്പൂ എന്താണ് കുരങ്ങന്റെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും എന്ന് പറയുള്ളത്, അതുപോലെ ആയിപ്പോവും. മണി മാനേജ് ചെയ്യാൻ അറിയാതെ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം ആദ്യം ചെറുപ്പം തൊട്ടേ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി അറിഞ്ഞിരിക്കണം.